അമ്മയുടെ 71ാം ജന്മദിനം സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷമാക്കി അമൃതപുരി. മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു ആഘോഷം. രാവിലെ 5-ന് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ലളിതാ സഹസ്രനാമ അർച്ചന നടന്നു. രാവിലെ 7:30 ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സത്സംഗം ആരംഭിച്ചു. Once I asked Amma, how is it possible for you to perform which is seemingly impossible? Things that are seemingly impossible, how is it possible for you to perform them, to do them so effortlessly? That was my question. And Amma's answer was, how are you not able to do it effortlessly? തുടർന്ന് 9 മണിയോടെയാണ് തന്നെ കാത്തിരുന്ന ഭക്തസഹസ്രങ്ങൾക്ക് മുന്നിലേക്ക് പുഞ്ചിരി തൂകി അമ്മ ജന്മദിനാഘോഷ വേദിയിലേക്ക് എത്തിയത്. തുടർന്ന് സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ഗുരുപാദുക പൂജ നടന്നു. അതിനെ തുടർന്ന് അമ്മ ജന്മദിന സന്ദേശം നൽകി. ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും വിശ്വാസങ്ങളിലും പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. ജനങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ. ഭരണാധികാരികൾ ന്യായമായ മാർഗത്തിലൂടെ ലോകത്തെ ഭരിക്കട്ടെ. സകല ജീവരാശികൾക്കും സുഖം ഭവിക്കട്ടെ. അറിവും വിവേകമുള്ളവരും സത്യത്തിന്റെ മാർഗത്തിൽ ചരിക്കുന്നവരും സുഖമായിരിക്കട്ടെ. യഥാസമയം മഴയും വെയിലും ലഭിക്കട്ടെ. ഭൂമി സസ്യങ്ങളാൽ പുഷ്ടിപ്പെടട്ടെ. നിർധനർ സമ്പന്നരായി തീരട്ടെ. അറിവുള്ളവര് നിർഭയരായി തീരട്ടെ. അങ്ങനെ ലോകത്തിന് മുഴുവൻ സുഖം ലഭിക്കട്ടെ. നിർഭയത്വത്തിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം ജനിക്കുന്നതെന്നും ആ സ്നേഹത്തിൽ നിന്നാണ് നന്മയുടെ തിളക്കമുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്നതെന്നും അമ്മ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. സ്വാർത്ഥതയെന്നത് ഭയമാണ്. അത് നമ്മുടെ ഊർജത്തെ മുഴുവൻ ഊറ്റിക്കുടിച്ച് നമ്മെ തളർത്തി ബലഹീനരും നിസ്സഹായരുമാക്കുമെന്നും യുദ്ധങ്ങളുടെയും അവസാനമില്ലാത്ത പകപോക്കലിന്റെയും തുടർക്കഥയ്ക്ക് പകരം ക്ഷമയുടെയും സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഭാവവും പ്രവൃത്തിയും എല്ലായിടത്തു നിന്നും ഉയരട്ടെ എന്നും അമ്മ കൂട്ടിച്ചേർത്തു. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും വിശ്വശാന്തി പ്രാർത്ഥനയും നടന്നു.